ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു രഞ്ജിലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ നല്ല ചില സീനുകളുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ എന്നെ ഏറെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം കൂടി ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. എന്നെ മാത്രമല്ല, നിങ്ങളെ ഏറെ നിരാശപ്പെടുത്തുക ആ ഒരു കാര്യം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അതിന് മുമ്പുള്ള സീനുകളൊക്കെ നമ്മളിങ്ങനെ കോരി തരിപ്പിക്കും. പക്ഷേ ആ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു അതുവരെ ഉണ്ടായിരുന്ന ഒരു മൂഡ് അങ്ങനെ തന്നെ അങ്ങ് പോയി എന്ന് പറയേണ്ടി വരും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരാൾക്ക് കാര്യങ്ങൾ പറയാം. അതിനൊപ്പം തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും ഹൈലൈറ്റഡ് സീൻ എന്താണെന്ന് കൂടി പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കുറേ നാളുകൾക്ക് ശേഷം മുകുന്ദൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നാളുകളായിട്ട് നമ്മൾ മുകുന്ദനെ കാണാറില്ല. നമുക്കറിയാം പുള്ളി ഒരു ബിസിനസ് പരിപാടിയൊക്കെ ആയിട്ട് ബാംഗ്ലൂരും അങ്ങനെ കറങ്ങി നടക്കുകയാണല്ലോ. അതുകൊണ്ടാണ് പുള്ളിയെ നമ്മൾ കാണാത്തത്. മുകുന്ദൻ പലപ്പോഴും ശംഖചക്രത്തിൽ ലാൻഡ് ചെയ്യുന്നത് പൈസ ചോദിക്കാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇന്നും പതിവ് തെറ്റിക്കുന്നില്ല. രാഘവനോട് പൈസ ചോദിക്കുന്നുണ്ട്, ബിസിനസ് തകർന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം മുഖത്തടിച്ചതുപോലെ രാഘവൻ പറയുകയാണ്, മുകുന്ദനോട് ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ കയ്യിൽ നിന്ന് നയ പൈസ നിനക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് അപമാനിക്കുന്ന രീതിയിൽ മുമ്പും രാഘവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരു വിധത്തിൽ നോക്കിയാൽ ശരിയല്ല. മുകുന്ദൻ അത്രയ്ക്കും പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരാളൊരു ആപത്തിൽ സഹായിച്ചില്ലെങ്കിൽ പിന്നെ കൂടപ്പിറപ്പുകൾ എന്താണെങ്കിലും ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മുകുന്ദൻ രാഘവനോട് ചോദിക്കുന്നത്. പക്ഷേ രാഘവനാണെങ്കിൽ മുഖത്തടിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിന്ന് വലിയൊരു പൊട്ടിത്തെറി ശംഖചക്രത്തിൽ നടക്കാനായിട്ട് പോവുകയാണ്. കാരണം മുകുന്ദനെ പലവട്ടം ഈ ഒരു രീതിയിൽ രാഘവനെ അപമാനിച്ചിട്ട് മുകുന്ദൻ പറയാണ്, ഇനി ഞാൻ ഇയാളെ വെറുതെ വിടത്തില്ല. ഇയാളുടെ ആട്ടും തുപ്പും കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്നു. ഇനി എന്താണെങ്കിലും എനിക്കത് പറ്റത്തില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മുകുന്ദൻ എത്തുകയാണ് കേട്ടോ. അതാണ് നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും എപ്പിസോഡിൻ്റെ ആദ്യ സീനുകൾ ഇതായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന സീന് ഫുള്ള് നെഗറ്റീവ് തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മുടെ പാർത്ഥസാരഥി ആര്യക്കുട്ടീനെ കാണാൻ എത്തുകയാണ് കേട്ടോ. വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചാണ് എത്തുന്നത്. ഈ ഒരു സമയം അമ്മായിയാണ് വീടിൻ്റെ മുമ്പിലുള്ളത്. അമ്മായിയെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. അങ്ങനെ ആ ഒരു സമയത്ത് അവർ തമ്മിൽ കുറച്ച് അവരസിലൊക്കെ ആദ്യം നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പോകുന്നുള്ളൂ. എന്താണെങ്കിലും വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇന്ദിരാമ്മായി നടത്തുന്നത് കേട്ടോ. ഇന്ദിരാമ്മായി അത് ഇതിനിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ പാർത്ഥസാരഥി പറയുന്നത്, ഞാനൊരു ഫിസിയോ ചെയ്യുന്ന ആളാണ്, എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ആര്യക്കുട്ടി എഴുതിയിട്ട് നടക്കും, അവൾ വലിയ ഉയരങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇതെല്ലാം കേട്ട് ആണോ എന്നൊക്കെ പറഞ്ഞ് ഇന്ദിരാമ്മായി അവസാനം പറയും, അതെ നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം, എൻ്റെ മോൾ അങ്ങനെ എഴുന്നേറ്റ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൾ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. അവളെ ഇവിടെ തന്നെ ഇരുന്ന് ആരെങ്കിലും എന്തെങ്കിലും ആലോചന വരുമ്പോൾ അവളെങ്ങനെ കെട്ടിച്ചു വിടും. അതിനപ്പുറം ഉദ്ദേശമൊന്നും അവൾക്കില്ല. അവൾക്ക് അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചേരെ. അങ്ങനെ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണ് ഈ ഇന്ദിരാമ്മായി നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇന്ദിരാമ്മായിയുടെ വാക്കുകൾ കേട്ട് ഭയങ്കര വിഷമായി പോകും നമ്മുടെ ആര്യ കിടന്ന് പൊട്ടിക്കരയൊക്കെ ചെയ്യും. അപ്പോൾ ആര്യയുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ പാർത്ഥസാരഥി പറയുകയാണ്, എടോ താൻ വിഷമിക്കാതിരിക്കടോ, താൻ വിഷമിക്കണ്ട, അമ്മ എന്ത് പറഞ്ഞാലും താൻ അത് കൊടുത്ത് നെഗറ്റീവായി പോകല്ലേ, അമ്മയെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ നോക്കൂ, അപ്പോൾ താൻ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കടോ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ വളരെ പോസിറ്റീവ് ഒരു സംഭവം നമ്മുടെ ആര്യക്കുട്ടിക്ക് കൊടുത്തിട്ട് പാർത്ഥസാരഥി പോകും കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നല്ലൊരു കെമിസ്ട്രി നമ്മുടെ ആര്യക്കുട്ടിയും പാർത്ഥസാരഥിയും തമ്മിൽ വർക്കാവുന്നുണ്ട്. ഇതൊന്നും അമ്മായിക്ക് അത്ര പിടിക്കുന്നില്ല. കുറച്ച് പൈസ തരാനുള്ള കേസാണ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അമ്മായി ഇഷ്ടപ്പെട്ടാൽ, എന്താണെങ്കിൽ പൈസ കൊണ്ടല്ലല്ലോ വന്നേക്കുന്നതല്ലേ. അങ്ങനെ ഒരു സീനാണ് കാണുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കാണുന്ന സീന് വീണ്ടും ശംഖചക്രത്തിലെ സീനുകളാണ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള സീൻ എന്ന് പറയുന്നത് കേട്ടോ. ശംഖചക്രത്തിലെ രാഘവൻ കോടതിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയാണ്. ഈ ഒരു കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ അഞ്ജലി കുട്ടിയും ഉടുത്തൊരുങ്ങി നല്ല പവർഫുൾ അഡ്വക്കേറ്റായിട്ട് ഇറങ്ങുകയാണ്, പുറകെയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ജാസ്മിൻ സ്കൂട്ടറിൽ അവിടെ വരികയാണ്. ഇന്നലെ നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ ജാസ്മിൻ എത്തുകയാണ്. ജാസ്മിനെ കാണുമ്പോഴത്തേന് ഉറഞ്ഞു തൊള്ളുകയാണ്. രാഘവൻ പറയുന്നത്, എടി നിന്നോട് ഞാൻ എൻ്റെ കൺവെട്ടത് പോലും കാണരുതെന്ന് പറഞ്ഞല്ലേ, നിനക്കെന്താടി എൻ്റെ വീട്ടിൽ കാര്യം. അപ്പോൾ ജാസ്മിനെ ഒന്ന് പേടിച്ചു പോവും, വിറച്ചു പോവും. അപ്പോൾ ഈ ഒരു സമയത്ത് അഞ്ജലി വരും. അതെ, അവൾ ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്, അവൾ എൻ്റെ കൊളീഗാണ്, അവൾ എൻ്റെ ആളാണ്, അതുകൊണ്ട് ആരും കൂടുതൽ അതിൽ ഇടപെടാനായിട്ട് നിൽക്കണ്ട. ഇത് കേൾക്കുമ്പോൾ
രാഘവൻ വീണ്ടും ഉറഞ്ഞു തുള്ളുകയാണ്. ഞാൻ വെറുതെ വലിച്ചെറിഞ്ഞ വെറും ഒരു പുകഞ്ഞ കൊള്ളി, അല്ല എന്താ പറയുക, വെറും എന്താ പറയുക, വളരെ അപമാനിക്കുന്ന രീതിയിലാണ് രാഘവൻ ജാസ്മിനെ പറഞ്ഞത് കേട്ടോ. അതായത് രാഘവൻ ചവിട്ടി പുറത്താക്കി അങ്ങനെ കുറച്ച് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് വളരെ മോശമായ രീതിയിൽ ജാസ്മിനെ അപമാനിച്ചുകൊണ്ട് പറയാണ്, ഞാൻ വലിച്ച് എറിഞ്ഞ് നീ എന്താ പറയുക, എന്തൊരു വേർഡ് പറഞ്ഞു, വളരെ മോശമായിട്ട് രീതിയിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാക്ക് കേൾക്കുമ്പോഴത്തേനും ആകെ അഞ്ജലിക്ക് ദേഷ്യം വരും. അങ്ങനെ കൂടുതൽ ആരും പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാനൊരു അഡ്വക്കേറ്റാണ്, എന്നെ കാണാനായിട്ട് ഇവിടെ പലരും വരും, വേണമെങ്കിൽ ജാസ്മിൻ ഇവിടെ 2 ദിവസം താമസിക്കുക കൂടി ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ അർജുൻ പുറകെ നിൽക്കുന്നുണ്ട് കേട്ടോ. അർജുൻ ഈ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ 2 ദിവസം വേണമെങ്കിൽ ഇവിടെ ജാസ്മിൻ താമസിക്കുക കൂടി ചെയ്യും, അതിന് ആരും കൂടുതൽ പറയാൻ നിൽക്കണ്ട, ഇതെൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഇത് മാത്രമല്ല, നാളെ ഒരു പക്ഷേ പത്മ കൂടി ചിലപ്പോൾ എന്നെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നേക്കും, അതുകൊണ്ട് ആരും കൂടുതൽ പറയണ്ട, ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്യും. അതേ രാഘവൻ വീണ്ടും പറയും, നിനക്കൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നല്ല, അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ വീട്ടിൽ വന്നല്ല കാണേണ്ടത്, അവിടെ പുറത്ത് നീയൊക്കെ വേണം വല്ല ഓഫീസ് വിട്ടണം, അല്ലാതെ രാഘവനുണ്ണിയുടെ വീട്ടിൽ കയറി കൂടുതൽ നിരങ്ങാൻ വേണ്ടി നീ നിൽക്കണ്ട. അഞ്ജലി പറയും, അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ മറ്റുള്ളവരുടെ അത് ഗോവിന്ദനുണ്ണിയുടെ അങ്ങനെ പലരും ക്ലയൻസുകളെല്ലാം ഇവിടെ വരുന്നുണ്ടല്ലോ, അപ്പോഴൊന്നും നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ ഞാൻ കൊണ്ടുവരും, പത്മേനെ ആണെങ്കിലും എൻ്റെ ക്ലയൻസിനെ ആണെങ്കിലും ആരെയാണെങ്കിലും കൊണ്ടുവരും. അതുകൊണ്ട് അഡ്വക്കേറ്റ് രാഘവനുണ്ണി സാറ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ സമയം കളയാതെ കോടതിയിലേക്ക് പോകാൻ വേണ്ടി നോക്ക്. അങ്ങനെ അഞ്ജലിയും നല്ല ഇടിച്ചു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ അർജുൻ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അർജുൻ ഇതെല്ലാം കാണുമ്പോൾ സന്തോഷമാകും. നല്ല അഞ്ജലി നല്ല കട്ടയ്ക്ക് നിൽക്കുകയാണല്ലോ. അപ്പോൾ അർജുൻ അടുത്തേക്ക് വന്നിട്ട് പറയും, രാഘവനോട് പറയും. അർജുൻ ഇങ്ങനെ സംസാരിക്കുന്ന കാണുന്നതിനും അഞ്ജലിയുടെ ഉള്ളിൽ സന്തോഷമൊക്കെ ഉണ്ട്, മുഖത്ത് പ്രകടിപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ അർജുൻ പറയും, അഞ്ജലി പറഞ്ഞതാണ് ശരി, അവളുടെ ക്ലയൻസിലെയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരും, അതിലാരും തടയാനുള്ള അവകാശമൊന്നുമില്ല, അതൊന്നും പറഞ്ഞ് ശരിയുമല്ല, അങ്ങനെയൊക്കെ പറയും. അപ്പോഴത്തേന് രാഘവനും, അയ്യോ എൻ്റെ പൊന്നുമോൻ ഇവിടെ ഉണ്ടായിരുന്നു, എപ്പോൾ എഴുന്നേറ്റു, എന്താണെങ്കിലും എൻ്റെ തീരുമാനം ഇതാണ്, ഒരാളെ ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ കുറച്ച് ഒരസീലുകളും കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ സംഭവങ്ങളെല്ലാം നടക്കുകയാണ്. അവസാനം രാഘവൻ്റെ വഴി നോക്കി പോവും. അങ്ങനെ അഞ്ജലിയുടെ ഈ സ്കൂട്ടർ ഇല്ലല്ലോ, അപ്പോൾ അഞ്ജലി ജാസ്മിൻ്റെ കൂടെ പോകാനായിട്ട് തുടങ്ങിയാണ്. ആക്ച്വലി അതിനാണ് ജാസ്മിൻ വന്നിട്ടുള്ളത് കേട്ടോ. അഞ്ജലി ഇങ്ങനെ ജാസ്മിൻ്റെ കൂടെ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും അർജുൻ ഓടി വരും, അഞ്ജലി ഞാൻ കൊണ്ടുവിടാം, വെറുതെ ഡ്രോപ്പ് ചെയ്യാം, വെറുതെ ജാസ്മിൻ്റെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അപ്പോഴത്തേനും നമ്മുടെ അഞ്ജലി പറയും, ഞാൻ കൊട്ടാരത്തിലൊന്നും അല്ല ജനിച്ചത്, ജാസ്മിനും അങ്ങനെയൊക്കെ തന്നെ, എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അർജുൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ അർജുനോട് പറയുമ്പോഴത്തേക്കും അർജുന ഏറ്റവും വലിയൊരു മുഖത്തേറ്റൊരു അടിപോലെ ആയി പോകും കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മളിങ്ങനെ ഹരം കൊണ്ട് കണ്ട സീനുകളൊക്കെ വളരെ ഒരു എന്താ പറയുക നെഗറ്റീവ് അപ്രോച്ചിലേക്ക് പോയതുപോലെ എനിക്ക് തോന്നി, ഒരു വിഷമം തോന്നി. അർജുനോട് വീണ്ടും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ആലോചിച്ച് പോയി കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് വേറെ വലിയ സീനുകളൊന്നുമില്ല. അഡ്വക്കേറ്റ് അഞ്ജലി നമ്മുടെ ജാസ്മിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് എത്തുകയാണ്, അഞ്ജലിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അത് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ പത്മയും കൂട്ടി ശംഖുചക്രത്തിൽ എത്തി രാഘവനോട് വാശി തീർക്കാനാണോ എന്നൊന്ന് ആലോചിച്ചു പോയി. അതാ ഒരുപക്ഷെ അങ്ങനെയാണെങ്കിലോ. ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എന്താണെങ്കിലും രാത്രിയിൽ പ്രൊമോയുടെ കാര്യങ്ങളും സംഭവ വികാസങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.